മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ നടപടി ശക്തമാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡിജിറ്റൽ വിവരങ്ങൾ ശേഖരിക്കാൻ കെജ്രിവാളിനോട് പാസ്വേഡ് ആവശ്യപ്പെടും. മറ്റ് പ്രതികൾക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യും. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതികരണവുമായി ഐക്യരാഷ്ട്രസഭയും രംഗത്തെത്തി. എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് UN വക്താവ് ആവശ്യപ്പെട്ടു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ആം ആദ്മി പാർട്ടി രംഗത്ത് തുടരുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ ഫോണിലെ വിവരങ്ങൾ BJPക്ക് ചോർത്തി നൽകുന്നുവെന്ന് ഡൽഹി മന്ത്രി അതിഷി ആരോപിച്ചു. അച്യുതൻ നൽകും ഡൽഹിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ. അച്യുതൻ, അല്പസമയം മുൻപാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പത്നി സുനിത കെജ്രിവാൾ എത്തിയത്. ഒരു വാട്സാപ്പ് നമ്പർ പുറത്തുവിടുകയും ചെയ്തു. അതിലൂടെ രാജ്യത്തെ എല്ലാ ജനങ്ങളോടും സന്ദേശങ്ങൾ അയക്കാൻ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന് സന്ദേശങ്ങൾ അയക്കാൻ പറയുന്നു. അങ്ങനെ പുതിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് ആം ആദ്മി പാർട്ടി കടക്കുകയാണ്. അതിന്റെ സൂചന തന്നെയല്ലേ ഇപ്പോൾ സുനിത നടത്തിയ ഈ മാധ്യമ സമ്മേളനം? പ്രജിൻ, തീർച്ചയായിട്ടും. കാരണം ഈ ആദ്യഘട്ടങ്ങളിൽ സംഘർഷ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായതെങ്കിൽ ഇന്നലെ തൊട്ട് അതിന്റെ സ്വഭാവമാകെ മാറിയിരുന്നു. കാരണം ഇന്നലെ ഒരു നിശബ്ദ പ്രചാരണമായിരുന്നു ആം ആദ്മി പാർട്ടി സംഘടിപ്പിച്ചിരുന്നത്. അത് ഈ ITO മെട്രോ ഗേറ്റ് നമ്പർ 2 മുൻപിൽ ആം ആദ്മി പ്രവർത്തകർ നിൽക്കുകയും അവിടെ വരുന്ന യാത്രക്കാർക്ക് ഈ ചെറിയ ലഘുലേഖകൾ കൈമാറുകയും ചെയ്തു. അങ്ങനെ വളരെ നിശബ്ദ പ്രചാരണത്തിലേക്ക് കൂടി മാറി. കൃത്യമായി ഈ അറസ്റ്റിനെ രാഷ്ട്രീയ പ്രചാരണമാക്കി ആം ആദ്മി ഉയർത്തുകയാണ്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ വേട്ടയാടൽ എന്ന രീതിയിൽ തന്നെയാണ് ആം ആദ്മി ഇതിനെ ഉയർത്തി കാണിക്കുന്നത്. ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ മറ്റൊരു തുടക്കം കൂടി കുറിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു വാട്സപ്പ് നമ്പർ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുകയാണ്. അതുവഴി കേജ്രിവാളിനെ പിന്തുണ അറിയിക്കുവാൻ എല്ലാ ജനങ്ങൾക്കും സാധിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറെ വൈകാരികമായ ഒരു ആഹ്വാനമാണ് നടത്തിയിരിക്കുന്നത്. അതായത് എല്ലാ ജനങ്ങൾക്കും, ഡൽഹിയിലെ എന്നല്ല എല്ലാ ജനങ്ങൾക്കും കേജ്രിവാളിനെ പിന്തുണ അറിയിക്കാൻ ഈ നമ്പർ ഉപയോഗപ്പെടുത്താമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കൊപ്പവും എല്ലാ വിഭാഗങ്ങൾക്കൊപ്പവും ഉള്ള നേതാവാണ് കേജ്രിവാൾ. യഥാർത്ഥ ഒരു രാജ്യസ്നേഹിയാണ് കേജ്രിവാൾ എന്ന് കൂടിയാണ് സുനിത കേജ്രിവാൾ അല്പം മുൻപ് ഈ ഒരു മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഇനി കേജ്രിവാളിനെതിരെ കൂടി നടപടി EDയുടെ ഭാഗത്തുനിന്ന് ശക്തമാക്കുകയാണ്. കാരണം ഇന്നലെ കോടതിയിൽ അറിയിച്ചത് അരവിന്ദ് കെജ്രിവാൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. അദ്ദേഹത്തോട് നേരത്തെ തന്നെ ഡിജിറ്റൽ രേഖകൾ ശേഖരിക്കാൻ പാസ്വേഡ് ആവശ്യപ്പെട്ടെങ്കിലും നൽകിയിട്ടില്ല. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി അഭിഭാഷകരുമായി സംസാരിച്ച ശേഷം മാത്രം വിവരങ്ങൾ കൈമാറാമെന്നാണ്. എന്തായാലും ഇനിയുള്ള 3 ദിവസം അതിലേക്കുള്ള നീക്കങ്ങളായിരിക്കും ED നടത്തുക. പാസ്വേഡ് ആവശ്യപ്പെടും. ഡിജിറ്റൽ രേഖകൾ ശേഖരിക്കുവാനുള്ള നടപടികളിലേക്ക് കൂടിയാണ് ED കടക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിൽ പ്രതികളായിട്ടുള്ളവരുടെയും മൊഴി രേഖപ്പെടുത്തിയവരുടെയും ഒപ്പവും കേജ്രിവാളിനെ ഇരുത്തി ഒരു ചോദ്യം ചെയ്യൽ കൂടി EDയുടെ പദ്ധതിയിലുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും നടപടി ശക്തമാക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഏപ്രിൽ 1 കോടതിയിൽ ഹാജരാക്കുക. എന്തായാലും അത്തരം നീക്കങ്ങൾ EDയുടെ ഭാഗത്തുനിന്ന് സജീവമാവുന്നുണ്ട്. അതിനിടയിലാണ് ഈ പാസ്വേഡുമായി ബന്ധപ്പെട്ട ആം ആദ്മി പാർട്ടി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ED ശ്രമിക്കുന്നത് വിവരങ്ങൾ ചോർത്തി BJPക്ക് നൽകാനാണ്. കാരണം ഈ പ്രചരണ പരിപാടികളുടെ അടക്ക വിവരങ്ങൾ കേജ്രിവാളിന്റെ മൊബൈൽ ഫോണിൽ ഉണ്ട് എന്ന് കൂടിയാണ് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു പക്ഷത്ത് ED നടപടി ശക്തമാക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പോകുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ കൂടി ആം ആദ്മി പാർട്ടി തയ്യാറാക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.